ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി പ്രചാരണ പദ്ധതി പുറത്തിറക്കിയ എൻഡിഎ ബീഹാറിൽ എൻഡിഎ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ, വികസനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി പ്രത്യേക പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കി. കേന്ദ്രമന്ത്രിമാരും എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പ്രചാരണത്തിനായി ബീഹാറിലേക്ക് എത്തും. അതേസമയം മഹാസഖ്യത്തിൽ സീറ്റ് സംബന്ധിച്ചോ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോ ഇനിയും ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. വിനീത വിജിയാണ് ഇപ്പോൾ ബീഹാറിലെ പട്നയിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. ഈ മഹാസഖ്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിനീത? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ് ആൻഡ് ക്രിസ്റ്റീന. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളിലൂടെയും അതിർത്തികളിലൂടെയും തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. കാരണം ഇന്നലെയായിരുന്നു ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചത്. ഇന്നലെ ആ സമയപരിധി അവസാനിക്കുമ്പോഴും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നാമനിർദ്ദേശ പത്രിക നൽകി എന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ആർക്കൊക്കെ എവിടെയൊക്കെയാണ് സീറ്റുകളുള്ളത്, എങ്ങനെയാണ് ആ സീറ്റ് ധാരണ എന്നിവ സംബന്ധിച്ചൊന്നും ഒരു ഔദ്യോഗിക പ്രഖ്യാപനമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പട്ടികയിലേക്കുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനങ്ങളിലേക്ക് ഒന്നും തന്നെ മഹാസഖ്യം എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതിന് തൊട്ട് തലേ ദിവസം രാത്രിയാണ് 48 സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. പക്ഷേ RJDയെ സംബന്ധിച്ചിടത്തോളമോ അല്ലെങ്കിൽ CPIനെ സംബന്ധിച്ചിടത്തോളമോ CPIMLനെ സംബന്ധിച്ചിടത്തോളമോ അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. സീറ്റ് വിഭജനം സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ധാരണ അതും ഔദ്യോഗികമായി തന്നെ ഒന്നും പ്രഖ്യാപനങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. പക്ഷെ അതേസമയം NDA സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ ഒരു പടി മുന്നേ തന്നെയാണ്. വളരെ വേഗം ഈ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു സീറ്റ് ധാരണയിലേക്ക് എത്താനും അത് പൂർത്തിയാക്കി നാമനിർദ്ദേശ പത്രികകൾ പൂർണ്ണമായി സമർപ്പിക്കുകയും ഒപ്പം തന്നെ ഒരു പ്രചരണത്തിലേക്ക് ഒരു മേൽക്കൈമയോടുകൂടി കടക്കാനും NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വലിയ സമ്മേളനങ്ങളും റാലികളും ഒക്കെ NDAയുടെ നേതൃത്വത്തിൽ ആസൂത്രണവും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഒരു പ്രചരണ പദ്ധതി NDA പുറത്തിറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനോടകം ബീഹാറിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വികസനങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു പ്രോഗ്രസ് കാർഡ് കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. വലിയ ആരോപണം കൂടി NDA നേതാക്കൾ ഉന്നയിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ സഖ്യം തകർന്നു എന്ന നിലയിലുള്ള ആരോപണങ്ങളാണ് NDA നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ അതേസമയം വേഗതയല്ല, ഏകോപനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നുമാണ് മഹാസഖ്യത്തിലെ നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. അങ്ങനെ പറയുമ്പോഴും വലിയ അതൃപ്തി നേതാക്കൾക്കിടയിലുണ്ട്. കാരണം ഇനി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്, അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴും ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്താനോ അല്ലെങ്കിൽ സീറ്റ് വിഭജനം സംബന്ധിച്ചുകൊണ്ടൊരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനോ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല, മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. അത് വലിയ അതൃപ്തിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. നവംബർ 6-നാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്. 121 മണ്ഡലങ്ങളിലേക്കായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്നലെ 1250-ലധികം സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.